ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ബസുമതി റൈസ് 1/2 കിലോ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. വോൾ സ്പൈസസ് ഇട്ട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബസുമതി റൈസാണ് ഇത്. അതുകൂടാതെ 1 കപ്പ് ചിക്കൻ ചെറുതായി നുറുക്കിയത്, 1 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് 1 കപ്പ്, ക്യാപ്സിക്കം അല്ലെങ്കിൽ ഗ്രീൻ പെപ്പർ ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ്, അതുപോലെ തന്നെ സ്കാലിയൻസ് ചെറുതായിട്ട് അരിഞ്ഞത് 1/4 കപ്പ്. ഇത് കൂടാതെ ഇതിനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ആവശ്യമുണ്ട്. ഡാർക്ക് സോയ് സോസ് 5 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് പെപ്പർ പൗഡറാണ്. നിങ്ങൾക്ക് ഏത് പെപ്പർ പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. മുട്ട 6 എണ്ണം. ഇത്രയുമാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മുട്ടയൊന്ന് ചിക്കിയെടുക്കണം. ഞാനിവിടെ മുട്ട നല്ലതുപോലെ ചിക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ മുട്ട ചിക്കിയത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സെയിം പാനിലേക്ക് തന്നെ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഞുറുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഒന്ന് നല്ലതുപോലെ വെന്ത് വരണം. പെട്ടെന്ന് വേവ് ഇത് കണ്ടോ. ഇതിപ്പം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകാറാവുമ്പോഴത്തേനും നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം. നമ്മുടെ ചിക്കൻ ഇപ്പം ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ഡാർക്ക് സോയ് സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സോയ് സോസിന് ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ടേ ഇടാവുള്ളൂ. നമ്മുടെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ് ഇട്ട് കൊടുത്തു. സ്കാലിയൻസ് മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അത് പിന്നീടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ നല്ല നീളത്തിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തത് എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കി സോയ് സോസ് കൂടി ചേർത്ത് കൊടുക്കാം. നാല് ടീസ്പൂൺ ഡാർക്ക് സോയ് സോസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നമ്മൾ ആദ്യം ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു. അപ്പം മൊത്തത്തിൽ 5 ടീസ്പൂണാണ് നമ്മൾ സോയ് സോസ് ഇതിനകത്തേക്ക് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എനിക്കൊരല്പം ഉപ്പ് കൂടി വേണമെന്ന് തോന്നി. ഞാനൊരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ്, ബോയിൽഡ് ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തീ നമുക്ക് ഒരല്പം കുറച്ച് വയ്ക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ സ്കാലിയൻസ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. നല്ല വിട്ടാണ് നമ്മുടെ റൈസ് എല്ലാം കിടക്കുന്നത്. അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്